മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവ ജീവിതത്തില് പ്രാർത്ഥനകൾക്കുള്ള പ്രാധാന്യം, അതേപ്പറ്റിയാണ് എന്നോട് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ തിരുവനന്തപുരം ഈ സീറോമലം മലങ്കര സഭയുടെ തലവന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. അവിടെ പാസ്റ്ററൽ കൗൺസിൽ മെമ്പേഴ്സിന്, തിരുവനന്തപുരം അതിരൂപതയിലെ പാസ്റ്ററൽ കൗൺസിൽ മെമ്പേഴ്സിന് ഒരു ടോക്ക് കൊടുക്കാനായിട്ട് ഞാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനയുടെ കാലത്താണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ പിതാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്ററൽ കൗൺസിൽ മെമ്പേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറി ഫ്രണ്ടിലെ ബെഞ്ചിൽ കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിതാവ് ടോക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അവസാനിപ്പിച്ച് പിതാവ് സംസാരിച്ചത് യാമപ്രാർത്ഥനകളെ കുറിച്ചാണ്. അതായത് മലങ്കര സഭയില് എല്ലാ കുടുംബങ്ങളിലും യാമപ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം എന്നെ കണ്ടു കഴിഞ്ഞപ്പം ഞാനവിടെ കഴിഞ്ഞപ്പം പിതാവ് അവസാനിപ്പിച്ചപ്പം പറഞ്ഞു, എൻ്റെ മക്കളെ, നമ്മൾ ഈ പാരമ്പര്യം നഷ്ടപ്പെടുത്തിയേക്കരുത്, ചില സഭകൾക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഗ്രിഗോറിയോസ് തിരുമേനി പറയുകയുണ്ടായി. ചില സഭകൾക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്നെ കണ്ടപ്പോഴായിരിക്കും പിതാവ് അത് ഓർത്തത്. അതായത് സീറോ മലബാർ സഭയ്ക്ക് ഈ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന ആ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അർത്ഥത്തിലാണ് പിതാവ് പറഞ്ഞത്. അത് ശരിയാണ്. നമ്മള് യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരു പതിവ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും ഒക്കെ കുറവാണ്. അച്ഛന്മാര് സന്യാസികളും ഒക്കെ അവർക്ക് കടപ്പാടുണ്ട് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് അവർ ചൊല്ലുന്നു. പക്ഷെ അൽമായര് പൊതുവെ അത് ചെല്ലാത്ത ഒരു സ്ഥിതിയാണ്. നമുക്ക് പ്രൈവറ്റ് ഡിവോഷൻസ്, ഇപ്പം കൊന്ത അതുപോലെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഭക്ത അനുഷ്ഠാനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം സംഭവിക്കണം. അപ്പൊ പിതാവ് പറയുകയാണ്, എൻ്റെ മക്കളെ, നമ്മുടെ ഈ പാരമ്പര്യം നഷ്ടപ്പെടുത്തരുതേ. ചില സഭകൾക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നും പറഞ്ഞാണ് പിതാവ് ടോക്ക് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തില്, ക്രൈസ്തവ ജീവിതത്തില് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇന്നിപ്പോ നമുക്ക് പ്രാർത്ഥനകള് ഈ മൊബൈലിലൊക്കെ കിട്ടും. അപ്പോ യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് പ്രാർത്ഥിക്കാനായിട്ട്. യാമപ്രാർത്ഥനകൾ എന്ന് പറയുന്നത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്. കുർബാന കഴിഞ്ഞാല് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാർത്ഥന ഈ യാമപ്രാർത്ഥനകളാണ്. അതേപ്പറ്റി രണ്ടാം വത്തിക്കാൻ കൗൺസില് ലിറ്റർജിയെ കുറിച്ചുള്ള ഡോക്യുമെന്റ്, പ്രമാണരേഖയില് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, മിശിഹ സ്വന്തം ഭൗതിക ശരീരത്തോടൊത്ത് പ്രാർത്ഥിക്കുന്ന അവസരമാണത് എന്നാണ് പറയുന്നത്. മിശിഹ സ്വന്തം ശരീരത്തോടൊത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് മിശിഹായുടെ ഭൗതിക ശരീരമാണ്. അവിടെ കോരിന്തോസുകാർക്ക് എഴുതിയ
ഒന്നാം ലേഖനത്തില് 12-ാം അധ്യായം നമ്മുടെ 13-ാം വാക്യം പറയുന്നതാണ്, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. അപ്പോൾ അതുകൊണ്ട് നമ്മള് മാമോദീസായിലൂടെ മിശിഹായുടെ ശരീരം ആയിട്ട് തീരുകയാണ്. ഭൗതിക ശരീരം എന്ന് പറയും, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അതുകൊണ്ട് യാമപ്രാർത്ഥനകള് മിശിഹ തന്റെ ഭൗതിക ശരീരത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന അവസരമാണ് എന്നാണ് പറയുന്നത്. സോ ക്രൈസ്റ്റ് ഈസ് പ്രേയിങ് വിത്ത് ദ മിസ്റ്റിക്കൽ ബോഡി. അപ്പം ഈ മിശിഹായുടെ പ്രാർത്ഥനയാണ് ഈ യാമപ്രാർത്ഥനകൾ. അതായത് കുർബാന കഴിഞ്ഞാൽ പിന്നെ ഈശോ പ്രാർത്ഥിക്കുന്ന രംഗം യാമപ്രാർത്ഥനയാണ്. കുർബാന ഈശോയാണ് അർപ്പിക്കുന്നത്. ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു എന്ന്. അപ്പൊ പുരോഹിതൻ ശുശ്രൂഷ പൗരോഹിത്യമുള്ളവരിലൂടെ ഈശോ തന്നെയാണ് ആ കുർബാന അർപ്പിക്കുന്നത്. ആ കുർബാന കഴിഞ്ഞാല് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ പ്രാർത്ഥന ഈ യാമപ്രാർത്ഥനകളാണ്. അപ്പൊ അത് നമ്മള് ക്രൈസ്തവരെല്ലാവരും അത് ചെയ്യേണ്ടതാണ്, ചൊല്ലേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിലൂടെ നമ്മളുടെ നമ്മുടെ ശരീരമാകുന്ന ഈശോയോടൊത്ത് നമ്മളും പ്രാർത്ഥിക്കണം. കാരണം നമ്മൾക്കും ഒരു പൗരോഹിത്യം ലഭിച്ചിട്ടുണ്ട്. ഈ അൽമായർക്കും ഒരു പൗരോഹിത്യമുണ്ട്. നമ്മൾ കേട്ട് കാണും, രാജകീയ പൗരോഹിത്യം എന്ന് പറയും. അൽമായരുടെ പൗരോഹിത്യത്തിന് പറയുന്നതാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തില് പ്രത്യേകമായിട്ട് അതേപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങള് 2-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതൊരു പുരോഹിത ജനതയാണ്, പ്രീസ്റ്റ്ലി പീപ്പിൾ. അപ്പോൾ പുരോഹിതൻ ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയ അച്ഛന്മാര് അവർ ചൊല്ലാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരോട് ചേർന്ന് ഭൗതിക ശരീരമാകുന്ന രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച സഭയുടെ അംഗങ്ങളെല്ലാവരും ഈശോയോട് ചേർന്ന് ഈ പ്രാർത്ഥിക്കുന്ന അവസരമാണ് ഈ യാമപ്രാർത്ഥനകള് എന്ന് പറയുന്നത്. അതാണ് ഈ 2-ാം വത്തിക്കാൻ കൗൺസിൽ അതേപ്പറ്റി പറയുന്നതാണ്. മിശിഹ സ്വന്തം ഭൗതിക ശരീരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം സഭ മിശിഹായുടെ ഭൗതിക ശരീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ മിശിഹായോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. മിശിഹ പിതാവിന്റെ അടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ ചിന്തിക്കണം. മിശിഹ ഉത്ഥാനം ചെയ്തു, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ആ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥനായിട്ട് തീർന്നിരിക്കുകയാണ്. അതേപ്പറ്റി യോഹന്നാന്റെ 1-ാം ലേഖനത്തില് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം നമ്മുടെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്,
പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ ഈശോ മിശിഹ. അപ്പം നമുക്കൊരു മധ്യസ്ഥം വഹിക്കുന്ന ആളാണ് ഈശോ. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നമ്മൾ പാപികളാണ് അല്ലേ, മനുഷ്യര്. നമുക്ക് പാപത്തിൻ്റെതായ ബലഹീനത നമുക്കുണ്ട്. പക്ഷെ ആ പാപങ്ങളെല്ലാം ക്ഷമിക്കാനായിട്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥത വഹിക്കുന്നയാളാണ് ഈശോ. അപ്പൊ ആ ഈശോയുടെ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കണം. അതാണ് ഈശോ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഈശോയുടെ പ്രാർത്ഥന, ഏറ്റവും വലിയ പ്രാർത്ഥന യാമപ്രാർത്ഥനകളാണ്. അത് അങ്ങോട്ട് നമ്മളും ഒരു പുരോഹിത ജനം എന്ന നിലയിൽ അൽമായ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച് നമ്മളും ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അതാണ്. അപ്പം അതുകൊണ്ടാണ് സഭ പറയുന്നത്, കൗൺസിൽ പറയുന്നത്, മിശിഹ തന്റെ ഭൗതിക ശരീരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അവസരമാണ് ഈ യാമപ്രാർത്ഥനകളുടെ അവസരം. അപ്പം മിശിഹായുടെ കൂടെ നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്ന് രാജകീയ പുരോഹിതരായ നമ്മളും പ്രാർത്ഥിക്കുന്ന അവസരമാണ് യാമപ്രാർത്ഥനകള്. അപ്പം മറ്റേത് പ്രാർത്ഥനകളെക്കാളും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മള് പിതാവായ ദൈവത്തിന്റെ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഈ യാമപ്രാർത്ഥനകള് എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ മിശിഹായുടെ ഭൗതിക ശരീരമാണ് എന്നുള്ളത് മാത്രമല്ല, ഇത് ആദിമ ക്രൈസ്തവ സമൂഹം അവരുടെ ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ യാമപ്രാർത്ഥനകള്. ഉദാഹരണത്തിന് നടപടി ഗ്രന്ഥം 2-ാം അധ്യായത്തില് ഈ പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം പത്രോസ് എല്ലാവരോടുമായിട്ട് പ്രസംഗിച്ചു. അതിന്റെ ഫലമായിട്ട് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടു. ആ ക്രൈസ്തവ സമൂഹം കുറിച്ച് പറയുന്നതാണ് നടപടി ഗ്രന്ഥം 2-ാം അധ്യായം 42-ാം വാക്യമാണ്. ആ ക്രൈസ്തവ സമൂഹം എങ്ങനെയുള്ള സമൂഹമായിരുന്നു? അവിടെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം വിശ്വാസം പഠിക്കുക, കൂട്ടായ്മ, സഭ ഒരു കൂട്ടായ്മയാണല്ലോ, അപ്പോൾ സ്നേഹത്തിന്റെ സമൂഹം. അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അത് സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എന്നുള്ളത് മലയാളത്തില് സിംഗുലറായിട്ടാണ് വെച്ചിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് മാത്രമേ ഉള്ളൂ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഗ്രീക്ക് ഭാഷയില് ദ പ്രേയേഴ്സ് എന്നാണ്. ദ പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ നിശ്ചിത പ്രാർത്ഥനകള്. അത് യാമപ്രാർത്ഥനകളാ. ഈ ആദിമസഭ ഈ യാമപ്രാർത്ഥനകള് നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിത ശൈലിയായിരുന്നു അത്, ഈ യാമപ്രാർത്ഥനകള് ഒരു ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ആ രീതിയില് യാമപ്രാർത്ഥനകള് സഭയുടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ജീവിത ഭാഗമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം ആ രീതിയില് അവര് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു, യാമപ്രാർത്ഥനകള് ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് സാധിക്കാം. നമുക്കറിയാം, യാമപ്രാർത്ഥനകള് 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നതാണ്. 7 യാമങ്ങളാണ് ഒരു ദിവസത്തിലുള്ളത്.
ആ 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അതില് 7 യാമ ശുശ്രൂഷകളാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് റംസ. റംസായാണ് ഈവനിങ്, അതായത് വരാൻ പോകുന്ന ദിവസത്തിന്റെ തലേ ദിവസം വൈകുന്നേരം തുടങ്ങും റംസ. പിന്നെ സൂവ, പിന്നെ 3 ലലിയ, 4 കാലാദ് ഷഹറ. ലലിയ എന്ന് പറയുന്നത് വൈകിട്ടത്തെ പ്രാർത്ഥനയാണ്. കാലാദ് ഷഹറ എന്ന് പറയുന്നത് വെളുപ്പിനെയുള്ള പ്രാർത്ഥനയാണ്. സപ്ര രാവിലെയുള്ള പ്രാർത്ഥന. കുത്ത എന്ന് പറയുന്നത് 9 മണിക്ക് ആ യാമത്തിലുള്ളത്. പിന്നെ എന്താന ഉച്ചയ്ക്ക്. അപ്പൊ 7 യാമങ്ങളാണ് ഉള്ളത് ഒരു ദിവസത്തിന്. ആ 7 യാമങ്ങൾക്കും പ്രാർത്ഥനകളുണ്ട്. അപ്പൊ എല്ലാ സഭയില് എല്ലാവരും എപ്പോഴും അത് ചൊല്ലുന്നില്ല. സാധാരണഗതിയിൽ അച്ഛന്മാര് ചൊല്ലുന്നത്, അച്ഛന്മാരും സന്യാസികളും ഒക്കെ ചെല്ലുന്നത് റംസ ചൊല്ലും, പിന്നെ ലലിയ ചൊല്ലും. റംസ, ലലിയ, സപ്ര അത് ഒരിക്കലും മാറ്റം വരാതെ ചൊല്ലും. പിന്നെ പറ്റുന്നവരെല്ലാം സന്യാസികള് പ്രത്യേകമായിട്ട് ചെല്ലുന്നതൊക്കെയാണ് ഈ സുവ, കാലാദ് ഷഹറ, കുത്ത, എന്താന. എന്താന എന്ന് പറയാണ് ഉച്ചയ്ക്കുള്ള. അപ്പൊ ഉച്ച കൊണ്ട് തീരും. അപ്പൊ തലേ ദിവസം വൈകുന്നേരം തുടങ്ങി ഉച്ചയോടുകൂടി തീരുന്ന പ്രാർത്ഥനകളാണ്. അപ്പൊ അത് രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച ഒരു നിലയിൽ സഭാംഗങ്ങൾ എല്ലാവരും ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പറ്റാത്തത് കൊണ്ട് രാവിലെ സപ്ര എല്ലാം അത് ഇപ്പം ചില പള്ളികളിലൊക്കെ ചെല്ലുന്നുണ്ട്. അത് വീട്ടിലും ചെല്ലാവുന്നതാണ് സപ്ര. പിന്നെ അതുപോലെ റംസ എന്ന് പറയുന്നത് ഈവനിങ്ങില് വൈകുന്നേരം വൈകിട്ടത് പ്രാർത്ഥനയ്ക്ക് വൈകുന്നേരം ചായം. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ലലിയായ സാധിക്കുന്നിടത്തോളം അങ്ങനെ വേണമെങ്കിൽ ഒരു വീടുകളില്, സാധാരണ വീടുകളില് നമുക്ക് ഈ യാമപ്രാർത്ഥനകളെ ചൊല്ലാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ മലങ്കര സഭയിൽ അവരിപ്പോഴും ഈ യാമപ്രാർത്ഥനകളാണ് ചൊല്ലുന്നത്. നമ്മൾ ഈ ഒന്നിൽ ചൊല്ലി അല്ലെ അങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് മിശിഹായോട് ചേർന്ന് ദൈവജനം നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണണം. മിശിഹ പിതാവായ ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളും മിശിഹായോട് ചേർന്ന് മിശിഹായുടെ ഭൗതിക ശരീരം എന്ന നിലയിൽ നമ്മളും പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ മിശിഹായുടെ പിന്നെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസില് പറയുന്ന മറ്റൊരു കാര്യം, മിശിഹ സഭയുടെ മണവാളനാണ്. സഭ മിശിഹായുടെ മണവാട്ടിയാണ്. അപ്പോൾ മണവാളൻ അതിനോട് ചേർന്ന് മണവാട്ടിയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാര് യോഹന്നാനോട് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ആവലാതി പറഞ്ഞു. എന്താ? ഈശോ അവിടെ മാമോദീസ മുക്കുന്നു, എല്ലാവരും ഈശോയുടെ പക്കലേക്ക് പോകുന്നു. അപ്പോ യോഹന്നാൻ സ്നാനം സ്വീകരിച്ചവരാണ് യോഹന്നാന്റെ ശിഷ്യരും ഈശോയും സ്നാനം സ്വീകരിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാവരും ഈശോയുടെ പക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 29-30 വാക്യങ്ങളാണ്. അവിടെ പറയുന്നു,
മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അപ്പോൾ മണവാളന്റെ സ്നേഹിതനാണ് ഞാൻ. ഞാൻ സന്തോഷിക്കുന്ന മണവാളനും മണവാട്ടിയും ഒന്നായിത്തീരുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. അപ്പം വാസ്തവത്തില് ഈ യാമപ്രാർത്ഥനകൾ എന്ന് പറയുന്നത് മണവാളനായ മിശിഹ ആ മണവാട്ടിയായ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോ അതപ്പോ മിശിഹായോട് ചേർന്ന് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് മിശിഹായോട് ചേർന്നാണല്ലോ. കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന യാമപ്രാർത്ഥനകളാണ്. അപ്പൊ അങ്ങനെ മിശിഹായോട് ചേർന്ന് മണവാളനായ മിശിഹായോട് ചേർന്ന് മണവാട്ടിയായ സഭയിൽ പ്രാർത്ഥിക്കുന്നു. അതാണ് അപ്പൊ നമ്മളെല്ലാം സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ മിശിഹായുടെ മണവാട്ടിയ ആയിട്ടാണ് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പൊ മിശിഹായുടെ ഭൗതിക ശരീരം ആയിട്ടും മിശിഹായുടെ മണവാട്ടിയായിട്ടും ഈ യാമപ്രാർത്ഥനകള് ചൊല്ലുന്നത് തികച്ചും ഉചിതമാണ്, നമ്മൾ ചൊല്ലേണ്ടതാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ പ്രാർത്ഥനയുടെ ഒരു ഉറവിടമാണ്, ഭക്തിയുടെ ഒരു ഉറവിടമാണ് യാമപ്രാർത്ഥനകള്. അതായത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കേണ്ട ഒരു കളരിയാണ് ഈ യാമപ്രാർത്ഥനകള്. നമുക്ക് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 8-ാം അധ്യായത്തില് പറയുന്നുണ്ട്. 8-ാം അധ്യായം അവിടെ 26-ാം വാക്യമാണ്. 8-ാം അധ്യായം 26-ാം വാക്യം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ആരാണ്? അത് പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധാത്മാവ് സഭയിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു പഠന കളരിയാണ്. അപ്പം നമ്മുടെ ഒരു സഭാംഗങ്ങളുടെ ഒരു പ്രാർത്ഥനാ പഠന കളരിയായിട്ട് നമുക്ക് യാമപ്രാർത്ഥനകളെ കാണാനായിട്ട് സാധിക്കണം എന്നതാണ്. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കളരിയാണ് യാമപ്രാർത്ഥനകള്. നോക്കണം, നമ്മൾ സാധാരണ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുക, അതൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നു പലപ്പോഴും. അങ്ങനെയല്ല, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കളരിയാണ്. അതായത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ ആരാധിക്കുക, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക, പിന്നെ ദൈവത്തിന്റെ ഹിതമെന്താണെന്ന് അറിയുക. ഇങ്ങനെ കാര്യങ്ങൾ എല്ലാം ഉള്ളതാണ്. അതാണ് പ്രാർത്ഥന, ഒരു ഡയലോഗാണ് ദൈവവുമായിട്ടുള്ള. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് സാധിച്ചെടുക്കുന്ന ഒരു രംഗമല്ല. ദൈവത്തിന്റെ സ്വരം കേൾക്കാനും ദൈവത്തിന്റെ ഹിതം അറിയുവാനും ഒക്കെ ശ്രമിക്കുക. ഒരു ഡയലോഗാണ്. There is a dialogue between God and man. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഡയലോഗാണ്. അതെങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. സ്കൂൾ ഓഫ് പ്രയർ എന്ന് നമുക്ക് പറയാം. പ്രാർത്ഥന പഠന കളരിയാണ് യാമപ്രാർത്ഥന.
പ്രാധാന്യമർഹിക്കുന്ന ഈ യാമപ്രാർത്ഥനകള് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ 7 നേരം എന്നുള്ളത് ഈ പഴയ ദൈവജനത്തിന്റെ ഒരു ശൈലിയായിരുന്നു. പഴയ ദൈവജനം സങ്കീർത്തനങ്ങള്, പഴയ ദൈവജനത്തിന്റെ പ്രാർത്ഥനകള്, സങ്കീർത്തനങ്ങള് നമ്മൾ ഈ പുതിയ ദൈവജനത്തിന്റെ പ്രാർത്ഥനകളാക്കി നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സങ്കീർത്തനങ്ങള്. ആ സങ്കീർത്തനങ്ങള് ഉപയോഗിക്കണം. കാരണം ഈ പുതിയ ദൈവജനം എന്ന് പറയുന്നത് പഴയ ദൈവജനത്തിന്റെ കണ്ടിന്യൂവേഷനാണ്. ദൈവം പഴയ ദൈവജനത്തിന്റെ ഇടയിൽ തുടങ്ങി വെച്ച രക്ഷാകര പ്രവർത്തനമാണ് പുതിയ ദൈവജനത്തില് ദൈവം പൂർത്തിയാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സങ്കീർത്തനങ്ങള് എപ്പോഴും നമ്മുടെ യാമപ്രാർത്ഥനകളുടെ ഒരു ഭാഗമായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ യാമപ്രാർത്ഥനകളിലും സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനമില്ലാത്ത യാമപ്രാർത്ഥനകളില്ല. അപ്പൊ അവിടെ സങ്കീർത്തനത്തില് 118 അല്ലെങ്കിൽ 19 സങ്കീർത്തനത്തില് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ട്. 7 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. 119 സങ്കീർത്തനം 164 വാക്യം. 119 വാക്യം ഇതാണ്: അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇപ്പം 119 സങ്കീർത്തനം 164 വാക്യം അവിടെ ഇതാണ്: അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദിവസം 7 പ്രാവശ്യം അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ യാമങ്ങളാണ്. 7 യാമങ്ങളിൽ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സ്തുതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ രൂപമാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ നന്മയെ അംഗീകരിക്കുക. ദൈവം നല്ലവനാണ്. സുവിശേഷത്തില് ഒരാൾ നല്ലവനായ ഗുരു എന്ന് ഈശോയെ സംബോധന ചെയ്തപ്പോ ഈശോ പറഞ്ഞില്ലേ, നീ കൊണ്ട് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു. നല്ലവനായ ഒരാളേ ഉള്ളൂ, അത് ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആ നന്മയെ ഏറ്റു പറയുന്നതാണ് സ്തുതിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 7 പ്രാവശ്യം ഞാൻ ദൈവത്തിന്റെ നന്മയെ ഏറ്റു പറയാൻ സ്തുതിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അപ്പം ഈ 7 നമ്മുടെ യാമപ്രാർത്ഥനകള് 7 യാമങ്ങളിലുള്ള പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കുന്ന ഒരവസരമായിട്ട് നമുക്കതിനെ കാണുവാൻ സാധിക്കും. അത് പഴയ ദൈവജനത്തിനുണ്ടായിരുന്നു, പുതിയ ദൈവജനത്തിനും ഈ ഒരു പതിവ് യാമപ്രാർത്ഥനകളിലൂടെ തുടരുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ യാമപ്രാർത്ഥനകള് എന്ന് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ യാമപ്രാർത്ഥനകൾക്ക് വിവിധ പേരുകളുണ്ട്. ഒന്ന് യാമപ്രാർത്ഥനകൾ, ലിറ്റർജി ഓഫ് ദി അവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, യാമപ്രാർത്ഥനകള്. പിന്നെ അതിനെ ഡിവൈൻ പ്രൈസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡിവൈൻ പ്രൈസസ്, ദൈവത്തിന്റെ സ്തുതികള്, ദൈവസ്തുതികള്. പിന്നെ അതിന് പറയും കാനോനിക്കൽ അവേഴ്സ് എന്ന് പറയും. കാനോനിക്കൽ പ്രയർ, കാനോന നമസ്കാരം എന്ന് പറയാറുണ്ട്. പിന്നെ അതിന് ഒരു പേര് പറയും സ്തുതിയുടെ ബലി, സാക്രിഫൈസ് ഓഫ് പ്രൈസ്, സ്തുതിയുടെ ബലി എന്ന് പറയാറുണ്ട്. അതുപോലെ ആധ്യാത്മിക ബലി, സ്പിരിച്വൽ സാക്രിഫൈസ് എന്ന് പറയാറുണ്ട്. ഇതിങ്ങനെ പല പേരുകളുണ്ട്.
നമ്മൾ കാനന നമസ്കാരം യാമപ്രാർത്ഥനകൾ എന്നുള്ള അതിലാണ് പൊതുവായിട്ട് നമ്മൾ അത് സംബോധന ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഈ യാമപ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇതാണ്. ഈ നമ്മുടെ ഒരു ഉദാഹരണമായിട്ട് വേണേൽ പറയാം. നമ്മുടെ ഈ കുർബാന ഹൃദയമാണെങ്കിൽ യാമപ്രാർത്ഥനകള് ഞരമ്പുകളാണ് എന്ന് പറയാൻ സാധിക്കും. നേർസ് ഞരമ്പുകള് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതായത് കുർബാന ഹൃദയത്തിന്റെ സ്ഥാനത്താണ്. ഹൃദയത്തിൽ മിടിപ്പുകൾക്കനുസരിച്ച് രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഞരമ്പുകളാണ്. എന്ന് പറഞ്ഞതുപോലെ കുർബാനയാണ് ഹൃദയമെങ്കിൽ യാമപ്രാർത്ഥനകള് ഞരമ്പുകളാണ്. അതായത് ആ കുർബാനയുടെ ചൈതന്യം നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ട്, ആ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് യാമപ്രാർത്ഥനകളാണ്. അപ്പോ അതുകൊണ്ട് കുർബാന കേന്ദ്രീകൃതമാണ് സഭയുടെ ജീവിതം. പറയുന്നുണ്ട് യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്. കുർബാന സഭയെ നിർമ്മിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം കുർബാനയാണ് സഭയുടെ രൂപം കൊടുക്കുന്നത്, സഭയ്ക്ക് ജന്മം കൊടുക്കുന്നത് കുർബാനയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുർബാനയുടെ ചൈതന്യം ദിവസം മുഴുവനും നമുക്ക് നൽകാനായിട്ട് ഉള്ള ഒരു മാധ്യമമാണ് യാമപ്രാർത്ഥന എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത് എന്തോ ആണ്? കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത് മിശിഹ രഹസ്യമാണ്. മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, മിശിഹ രഹസ്യം എന്ന് പറയും. അതിൻ്റെ ആ ചൈതന്യം അത് ദിവസം 24 മണിക്കൂറും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് യാമപ്രാർത്ഥനകളിലൂടെയാണ്. അപ്പൊ ആ ഒരു സഭയുടെ ജീവിതത്തിന്റെ പരിശീലന കളരിയാണ് യാമപ്രാർത്ഥനകള് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സഭാ ജീവിതത്തിന്റെ വിശ്വാസ പരിശീലന കളരിയായിട്ട് നമുക്ക് യാമപ്രാർത്ഥനയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നമുക്ക് വീട്ടിലും ഇത് പ്രാർത്ഥിക്കാം. ഈ പഴയ ദൈവജനത്തിന് 3 പ്രാർത്ഥനാ സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ജെറൂസലേം ദൈവാലയം, 2 സിനഗോഗ്, 3 അവരുടെ വീടുകള്, ഭവനങ്ങള്. അങ്ങനെ 3 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ജെറൂസലേം ദൈവാലയമാണ് ഏറ്റവും വലിയ അവരുടെ പ്രാർത്ഥനയുടെ വേദി. അവരെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് ദൈവാലയത്തിലേക്ക് തിരിഞ്ഞാണ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ സിനഗോഗുകള്, അതായത് ലോക്കലായിട്ട് ഓരോരുത്തരുടെയും എല്ലാവർക്കും ദൈവാലയത്തിലേക്ക് എപ്പോഴും പോകാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് ലോക്കലായിട്ടുള്ളത് സിനഗോഗുകള്, പിന്നെ അവരുടെ വീടുകള്. അങ്ങനെ 3 വേദികളാണ് പ്രാർത്ഥനാ സ്ഥലങ്ങളായിട്ട് അവർക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് പള്ളികള് മിക്കവാറും എല്ലാ പാരിഷുകളിലും ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പള്ളികളും ഉണ്ട്, ഭവനങ്ങളും ഉണ്ട്. ഈ 2 പ്രാർത്ഥനയുടെ വേദികളായിട്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. പിന്നെ ഈശോയുടെ പ്രാർത്ഥനയുടെയും സഭയുടെ പ്രാർത്ഥനയുടെയും ഒക്കെ രീതി ആരംഭം മുതലേ നമുക്ക് കാണാം. ഈശോ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഈശോ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളുണ്ട്.
പിന്നെ ഈശോ ആ, തന്നെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു മല പ്രാർത്ഥനയിലേക്ക് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഈശോ ഒരിക്കല് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ്, അന്നേരമാണ്, അത് കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈശോ ഇങ്ങനെ പല അവസരങ്ങളില് ദിവസത്തില് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ നിന്നാണ് സഭയ്ക്ക് ഈ യാമപ്രാർത്ഥനകൾക്കുള്ള ഒരു ശൈലി സഭ സ്വീകരിച്ചതും അതിലൂടെയാണ്. ഈശോയുടെ ആ പ്രാർത്ഥനാ ശൈലിയാണ്. ഇവിടെ നമുക്കറിയാം, സഭ ആദ്യം രൂപം കൊണ്ട സന്ദർഭത്തില് നടപടി ഗ്രന്ഥത്തില് അവിടെ 3-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാണ്: ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. അപ്പൊ 9-ാം മണിക്കൂറിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവാലയത്തിലേക്ക് പോയിരുന്നു പത്രോസും യോഹന്നാനും. അപ്പോഴാണ് ജന്മനാ മുടന്തനായ ഒരാളെ കൊണ്ടുവന്നു. അയാളെ അവർ സുഖപ്പെടുത്തുന്നതൊക്കെ ആ സന്ദർഭത്തിലാണ്. അപ്പം 9-ാം മണിക്കൂർ അതൊരു യാമമാണ് കേട്ടോ. 9-ാം മണിക്കൂറിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. അപ്പൊ അതുപോലെ 4-ാം അധ്യായത്തില് ഈ അപ്പസ്തോലന്മാരോട് നിങ്ങൾ ഇനി പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ, അത് 4-ാം അധ്യായം 23-ാം വാക്യം അവിടെ പറയുന്നു: മോചിതരായവർ സമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അപ്പൊ ശ്ലീഹന്മാര് സമൂഹത്തെ അറിയിച്ചു. ഒന്ന് സമൂഹം അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ശ്ലീഹന്മാര് ജനങ്ങളുടെ പ്രാർത്ഥനയില് വിശ്വസിച്ചിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സഭാസമൂഹത്തെ അറിയിക്കുകയും സഭാസമൂഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ സഭ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് ഉള്ളതിന് യാതൊരു സംശയമില്ല. ആരംഭം മുതലേ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈശോയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു അവസരം, അത് ദിവസത്തില് പല യാമങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് നമ്മൾ അതിലൂടെയെല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സഭയുടെ പ്രാർത്ഥന നമ്മൾ കണ്ടു. ഈ പ്രാർത്ഥനയിൽ പലതും സങ്കീർത്തനങ്ങളുണ്ട്. പിന്നെ സഭാപിതാക്കന്മാരുടെ അവര് രചിച്ചിട്ടുള്ള പ്രാർത്ഥനകള് അത് നമുക്കുണ്ട്. നമുക്ക് അപ്പറേം നമ്മുടെ വലിയൊരു പിതാവാണ് സുറിയാനി സഭയുടെ. ആ സഭയുടെ പിതാക്കന്മാര് പ്രാർത്ഥിച്ചിരുന്നു. അവർ രചിച്ച പ്രാർത്ഥനകൾ പലതും പ്രാർത്ഥനയില് നമ്മള് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ സഭയുടെ ചൈതന്യം കൂടുതൽ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അതൊക്കെ നമ്മളെ സഹായിക്കും. ആ രീതിയിൽ നമുക്കറിയാമല്ലോ. പിന്നെ ഈ ആരാധനാ വത്സരത്തിന്റെ ആ ചൈതന്യം അത് നമ്മൾ പുലർത്തുന്ന പ്രാർത്ഥനകളാണ് യാമപ്രാർത്ഥനകള്. ആരാധനാ മത്സരത്തിന് കാലങ്ങളുണ്ടല്ലോ. 9 കാലങ്ങളാണല്ലോ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തില്. 9 കാലങ്ങള് ഏതൊക്കെയാന്ന് നിങ്ങൾക്കറിയാം? മംഗലവാർത്തക്കാലം ഇപ്പം നമ്മള് അടുത്ത വർഷം തുടങ്ങുകയാണല്ലോ. ഈ ഡിസംബർ 1 മുതൽ തുടങ്ങും അല്ലേ?
മംഗലവാർത്തക്കാലം, പിന്നെ പിറവിക്കാലം, പിന്നെ ധനഹാകാലം, നോമ്പുകാലം, ഉയിർപ്പുകാലം, ശ്ലീഹാകാലം, കൈത്താക്കാലം, ഏലിയ ശ്ലീവ മൂശക്കാലം, പള്ളിക്കുദാശക്കാലം. അങ്ങനെ 9 കാലങ്ങളാണ്. അത് നമുക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മംഗലവാർത്തയും പിറവിയൊക്കെ ഈശോയുടെ ജനനത്തെ അനുസ്മരിക്കുന്നു. ധനഹാകാലം എന്ന് പറയുന്നത് ഈശോയുടെ മാമോദീസായും പരസ്യ ജീവിതത്തെയൊക്കെ അനുസ്മരിക്കുന്നു. നോമ്പുകാലം ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്നു. ഉയർപ്പുകാലം ഈശോയുടെ ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ അനുസ്മരിക്കുന്നു. ശ്ലീഹാകാലം പെന്തക്കോസ്ത സഭയുടെ ജനനവും വളർച്ചയും ജനനത്തെ ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കൈത്താക്കാലം സഭയുടെ വളർച്ച. ഏലിയ ശ്ലീവ മൂശക്കാലം യുഗാന്ത്യോന്മുഖമായ ക്രൈസ്തവ ജീവിതത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ പള്ളിക്കൂദാശ. പള്ളിക്കൂദാശ എന്ന് പറയുന്നത് ഈ സഭ മിശിഹായുടെ മണവാട്ടിയാണ്. മിശിഹ മണവാളനാണ്. അപ്പം മണവാളനും മണവാട്ടിയായ സഭയും ദൈവഭവനത്തില് ഒന്നിച്ചുകൊള്ളുക, ഒന്നിച്ചായി തീരുന്ന ഒരു സന്ദർഭമാണ് പള്ളിക്കൂദാശ. അപ്പൊ ഇങ്ങനെ 9 കാലഘട്ടങ്ങളാണ് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലുള്ളത്. അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മള് ഈശോയോടൊത്ത് ജീവിക്കാനും ഈശോയോടൊത്ത് വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ യാമപ്രാർത്ഥനകള്. ഈശോയാണല്ലോ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വിഷയം. ഈശോയിലുള്ള വിശ്വാസമാണ് നമ്മളെ ക്രൈസ്തവരാക്കി തീർക്കുന്നത്. ആ ഈശോയോട് ചേർന്ന് വളരുക, ഈശോയോട് ജീവിക്കുക, വളരുക. അങ്ങനെ നമുക്ക് അതിനുള്ള ഒരു മാധ്യമമായിട്ട് കാണേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവുമായിട്ടുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ രീതിയിൽ കഴിയുന്നിടത്തോളം യാമപ്രാർത്ഥന ശ്രമിക്കണം. നമുക്കിപ്പം വലിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാനായിട്ട്, പക്ഷെ നമുക്കിപ്പം മൊബൈലേ കിട്ടും. മൊബൈലില് യാമപ്രാർത്ഥനകളുണ്ട്. മൊബൈൽ അതില് ചൊല്ലേണ്ട രീതിയും പ്രാർത്ഥിക്കേണ്ട രീതിയും പാടുന്ന പാട്ടുകളും രീതിയും എല്ലാം ഉണ്ട്. അപ്പൊ അത് ഈ 7 കാലഘട്ടത്തില് 7 യാമങ്ങളിലും ഉള്ള പ്രാർത്ഥനകൾ മൊബൈലിൽ കിട്ടും. നമുക്ക് പുസ്തകം ഇല്ലെങ്കിലും നമുക്ക് എല്ലായിടത്തും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഈ യാമപ്രാർത്ഥനകള് ചൊല്ലാനായിട്ട് നമുക്ക് പറ്റുന്നിടത്തോളം സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് തീരും. സഭാജീവിതത്തിൽ വളരാൻ, ഈശോയിലുള്ള ജീവിതത്തിൽ വളരാൻ അത് നമ്മളെ സഹായിക്കും. ആ രീതിയിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥനകൾ ചൊല്ലുന്നവരായിട്ട് തീരാൻ നമുക്ക് പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമ്മളത് വീണ്ടെടുക്കണം. സീറോ മലബാർ സഭ ഈ മറ്റ് എല്ലാ സഭകൾക്കും ഉണ്ട്. ലത്തീൻ സഭയിലും ഉണ്ട്, മലങ്കര സഭയിലുണ്ട്, മറ്റു പൗരസ്ത്യ സഭകളിലെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കത് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മൾ വീണ്ടെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ചില രൂപതകളിലൊക്കെ അതിനായിട്ട് കൂടുതലായിട്ട് പരിശ്രമങ്ങളുണ്ട്. ചങ്ങനാശ്ശേരിയില് കൂടുതലായിട്ട് കുടുംബ കൂട്ടായ്മകളൊക്കെ കൂടുമ്പോൾ അത് ചെല്ലാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ആ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സഭയെ വളർത്തിയെടുക്കുവാനായിട്ട്
നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. ആ രീതിയിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ സമയം കിഴക്കോട്ട് തിരിഞ്ഞാണോ യാമപ്രാർത്ഥനകൾ ചൊല്ലേണ്ടത്? ഒന്നാമത് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, യാമപ്രാർത്ഥനകൾ അൽമായർ പങ്കെടുക്കുമ്പോൾ കാർമികന്റെയോ ശുശ്രൂഷയുടെ ഭാഗം ചൊല്ലേണ്ടതുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ ഇത് ഒഴിവാക്കി ചൊല്ലാൻ നിർദ്ദേശിച്ചിരുന്നു. യാമപ്രാർത്ഥനകളിൽ എല്ലാ ഭാഗം ചൊല്ലേണ്ടതുണ്ടോ എന്നോ? യാമപ്രാർത്ഥനകൾ അൽമായർ പങ്കെടുക്കുമ്പോൾ കാർമികന്റെ ശുശ്രൂഷയുടെ ഭാഗം ചൊല്ലേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരാൾ ചോദിച്ചത്. കാർമികന്റെ ഭാഗം ചൊല്ലണം. അതാണ് അത്. നമ്മൾ അത് ചൊല്ലുമ്പോ നമ്മളില്ലേ അവിടെ വേറെ കാർമികരില്ലല്ലോ. അതെ അതെ അതെ, ശരിയാ. അതെ അതെ, പറഞ്ഞ ആ ഒരു രീതിയില് മെയിൻ ആയിട്ടുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ തന്നെ ചൊല്ലണം. അതെ അതെ. ഗംഗയിലേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് ചൊല്ലുക എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു സഭയുടെ പൊതുവായിട്ടുള്ള ഒരു നിലപാട്. ഇപ്പോൾ അതായത് കിഴക്ക് നിന്നുമാണ് കർത്താവിന്റെ രണ്ടാം ആഗമനം എന്നുള്ളത് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനികള് മിശിഹായുടെ രണ്ടാമത് ആഗമനത്തെ കാത്തിരിക്കുന്നവരാണ്. ഈശോ രണ്ടാമത് വരുമ്പോൾ ഈശോയോട് കൂടി നമ്മൾ മഹത്വത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പൊ ആ മഹത്വീകരണം, ഈശോയോട് കൂടിയുള്ള മഹത്വീകരണം ഈ രണ്ടാം ആഗമനത്തോടു കൂടിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നൽ പിണർ പോലെ വരുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയില് ഒരു പതിവായിട്ട് തീർന്നു.